നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി BBC ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. ലോക മാനസിക ദിനാചരണം പൈങ്കുളം സേക്രഡ് ഹാർട്ട് ഹോസ്പിറ്റലിൽ നടന്നു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. അവയവദാന സമ്മതപത്ര സ്വീകരണ ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും നടത്തി. മുട്ടം ശക്തി തിയേറ്ററിൽ നടന്ന സമ്മേളനം ഡോക്ടർ KC ചാക്കോ ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാറിൽ നിരീക്ഷണ ഉദ്യോഗസ്ഥർ എത്തുന്നതിനു മുമ്പേ തമിഴ്നാട് അറ്റകുറ്റപ്പണി ആരംഭിച്ചു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് NRHM പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മേത്തൂട്ടിയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കോലാനി ചുങ്കം പള്ളിക്ക് സമീപം 3 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അപകടത്തിൽ പരിക്കേറ്റവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ലോക മാനസികാരോഗ്യ ദിനാചരണം പൈങ്കുളം സേക്രഡ് ഹാർട്ട് ഹോസ്പിറ്റലിൽ നടന്നു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മോൺസിഞ്ഞോർ ഫ്രാൻസിസ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. മൈലുകൊമ്പ് ഫെറോനപ്പള്ളി വികാരി ഫാദർ ജോൺ ഇലഞ്ഞെടുത്ത് സന്ദേശം നൽകി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെയിൻ ഫ്രാൻസിസ്, ഡോക്ടർ സിസ്റ്റർ ക്രിസ്റ്റി അറക്കത്തോട്ടം, കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ ജെറോം, തൊടുപുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സജി മാർക്കോസ്, ഡോക്ടർ EK കുരുവിള, സിസ്റ്റർ ഡോക്ടർ മാഗി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴയിലെ പൈങ്കുളം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എല്ലാവരെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം, ലോക മാനസികാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് പൈങ്കുളം SH ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അനിൽ P. എബ്രാഹാം ക്ലാസ് എടുത്തു. ഡിപ്രഷൻ ഒരു ആഗോള പ്രശ്നം എന്ന വിഷയത്തിലാണ് ക്ലാസ് എടുത്തത്. ആത്മീയപരമായിട്ടുള്ള ഇതിന്റെ എല്ലാം കൂടെ ഒരു പൂർത്തീകരണമാണ് മനസ്സിന്റെ ആരോഗ്യം എന്നത്. ചങ്ങല പോലെയാണ്. നമുക്കറിയാം, ഒരു ചങ്ങലയിൽ ഏതെങ്കിലും ഒരു കണ്ണിക്ക് ബലക്ഷയം ഉണ്ടായാൽ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിലെ ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ കണ്ണിയാണ് മാനസിക ആരോഗ്യം. ഒരു വ്യക്തിയുടെ മനസ്സിന് ആരോഗ്യമില്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പല ആരോഗ്യങ്ങൾ കഴിവുകളാക്കി നമ്മൾ മാറ്റും. പക്ഷെ നമ്മുടെ മാനസിക ആരോഗ്യത്തിൽ ഇല്ലായ്മയിലേക്ക്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കഥയിൽ നിൽക്കുന്നത്. മാനസിക ആരോഗ്യമുണ്ട് എന്ന് അഹങ്കരിച്ചിരുന്ന വ്യക്തിയും ഇല്ലാത്ത വ്യക്തിയും ഒരു. ലോക മാനസികാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് പൈങ്കുളം SH ഹോസ്പിറ്റലിൽ മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് പോസ്റ്റർ പ്രദർശനം നടത്തി. മാനസിക രോഗം ബാധിച്ചവരോടുള്ള സമീപനത്തിൽ മാറ്റം വരണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ സംഘടിപ്പിച്ച ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. K. മുരളീധരൻ MLA അധ്യക്ഷനായിരുന്നു. മേയർ K. ചന്ദ്രിക, NRHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ M. വീണ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ PK ജമീല, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ V. ഗീത, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ T. ശിവദാസ്, ഹോമിയോപ്പതി ഡയറക്ടർ ഡോക്ടർ ജമുന, സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റി സെക്രട്ടറി ഡോക്ടർ D. രാജു, തിരുവനന്തപുരം മെന്റൽ ഹെൽത്ത് സെന്റർ സൂപ്രണ്ട് ഡോക്ടർ G. സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ ഒരു മെന്റൽ ഹെൽത്ത് പോളിസിക്ക് രൂപം കൊടുക്കുവാൻ നമ്മൾ തീരുമാനമെടുത്ത് ഈ 3 അംഗ കമ്മിറ്റിയെ നിയമിച്ചു. ശ്രീ തോട്ടത്തിൽ രാധാകൃഷ്ണൻ അടക്കമുള്ള ഇതിൽ താല്പര്യമുള്ള ആളുകളുമായി സംസാരിച്ചിട്ട്
അതിന് വേണ്ടുന്ന വളരെ പെട്ടെന്ന് തന്നെ മെന്റൽ ഹെൽത്ത് പോളിസിക്ക് രൂപം കൊടുക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ 3 മാനസികാരോഗ്യ കേന്ദ്ര കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഗ്രീൻ വാലി വൈസ്മെൻ, മുട്ടം ഇന്റർനാഷണൽ ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അവയവദാന സമ്മതപത്ര സ്വീകരണ ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും നടത്തി. മുട്ടം ശക്തി തിയേറ്ററിൽ നടന്ന സമ്മേളനം ഡോക്ടർ KC ചാക്കോ ഉദ്ഘാടനം ചെയ്തു. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മരിയ ബേബി അവയവദാന സന്ദേശം നൽകി. ഗ്രീൻ വാലി വൈസ്മെൻ ക്ലബ് പ്രസിഡന്റ് ജോൺ അഗസ്റ്റിൻ പിച്ചാട്ട് അധ്യക്ഷത വഹിച്ചു. ബേബി ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NK ബിജു, ജോസ് മുന്നനാട്ട്, മുട്ടം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സണ്ണി തറയിൽ, KM മാണി, മുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അലക്സ് പ്ലാത്തോട്ടം, ക്ലെമന്റ് പാമ്പയ്ക്കൽ, പ്രൊഫസർ തങ്കച്ചൻ അഗസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബെന്നി മാത്യു സ്വാഗതവും ബേബി മുല്ലക്കരി നന്ദിയും പറഞ്ഞു. നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ ഉദ്ദേശം തന്നെ നമ്മുടെ ജനതയുടെ ഇടയിൽ കേരളത്തിലും ഇന്ത്യയിലും അവയവങ്ങൾ ദാനം. സംസ്ഥാന പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് വഴുതക്കാട് ടാഗോർ നഗറിൽ നിർവഹിച്ചു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും രൂപീകരിച്ചതെന്ന് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് KP ബാലചന്ദ്രൻ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സെക്രട്ടറി സാജൻ പീറ്റർ, DGP KS ബാലസുബ്രഹ്മണ്യൻ, കംപ്ലയിന്റ്സ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് KP ബാലചന്ദ്രൻ, മെമ്പർമാരായ ജസ്റ്റിസ് KP മുരളീധരൻ, KP സോമരാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മുല്ലപ്പെരിയാറിൽ നിരീക്ഷണ ഉദ്യോഗസ്ഥർ എത്തുന്നതിനു മുമ്പേ അറ്റകുറ്റപ്പണി നടത്തി. സുപ്രീം കോടതി നിയോഗിച്ച സംയുക്ത സമിതി ചൊവ്വാഴ്ച മുല്ലപ്പെരിയാറിൽ എത്തിയപ്പോഴാണ് ഒരാഴ്ചയായി തമിഴ്നാട് അറ്റകുറ്റപ്പണി നടത്തുന്നത് അറിഞ്ഞത്. സുപ്രീം കോടതി നിയോഗിച്ച സംയുക്ത സമിതി എത്തുന്നതിനു മുമ്പ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് അറ്റകുറ്റപ്പണി തുടങ്ങി. ചൊവ്വാഴ്ച സമിതി അംഗങ്ങൾ അണക്കെട്ടിലെത്തിയപ്പോഴാണ് ഇവിടെ ഒരാഴ്ചയായി അറ്റകുറ്റപ്പണികൾ നടക്കുന്നതായി കണ്ടത്. എന്നാൽ ഇതേക്കുറിച്ച് സമിതി അംഗങ്ങൾ മൗനം പാലിച്ചു. അണക്കെട്ടിൽ അടിയന്തരമായി നടത്തേണ്ട പണികൾ ഏതൊക്കെയാണെന്ന് തമിഴ്നാട് പ്രതിനിധി വിശദീകരിച്ചത് അംഗീകരിക്കുകയും ചെയ്തു. തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പിലെ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലാണ് കരാർ തൊഴിലാളികൾ ഒരാഴ്ചയായി ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. എന്നാൽ ഇതേക്കുറിച്ച് കേരളത്തിലെ എഞ്ചിനീയർമാർ ഇതുവരെ അറിഞ്ഞിരുന്നില്ല. അണക്കെട്ടിൽ ബോർഹോൾ പരിശോധന നടത്തിയ സമയത്ത് എത്തിച്ചിരുന്ന സാധനം. തൊടുപുഴ നഗരസഭാ പരിധിയിൽപ്പെട്ട സ്കൂളുകൾക്കുള്ള IT ഉപകരണങ്ങളുടെ വിതരണം കാഞ്ഞിരമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബിലി സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് G രമേശ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ TS രാജൻ പ്രസംഗിച്ചു. UP വിഭാഗം ഹെഡ് മാസ്റ്റർ അബ്ദു മജീദ് സ്വാഗതവും ഹൈസ്കൂൾ വിഭാഗം ഹെഡ് മിസ്ട്രസ് K സൗദാമിനി നന്ദിയും പറഞ്ഞു. 2011-12 പദ്ധതി തൊടുപുഴ മുനിസിപ്പൽ പ്രദേശത്ത് IT ഉപകരണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഏകദേശം 7 ലക്ഷം രൂപയോളം മാറ്റിവെക്കുകയുണ്ടായി. ഇതിനു വേണ്ടിയുള്ള പ്രത്യേക അനുവാദം സംസ്ഥാന സർക്കാരിൽ നിന്നും ഏറെ വൈകിട്ടാണെങ്കിൽ ഇടുക്കി ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനവും കുയിലി ടൂറിസം പദ്ധതിയുടെ ശിലാസ്ഥാപനവും മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. റോഷി അഗസ്റ്റിൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ്, DCC പ്രസിഡന്റ് റോയ് K പൗലോസ്, അഡ്വക്കേറ്റ് EM അഗസ്തി തുടങ്ങിയവർ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ ഇവിടെ ഇടുക്കിയുടെ വികസനത്തിന് ആവശ്യമായത് 100 ഏക്കറിലധികം സ്ഥലം ഇവിടെ ലഭ്യമായിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചു. അത്തരത്തിലുള്ള ഒരു സ്ഥലം ഇവിടെ ലഭ്യമാവുകയാണെങ്കിൽ നമുക്ക് ഡാം സൈറ്റിനോടനുബന്ധിച്ച് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നതിനെ കുറിച്ചും ഗവൺമെന്റ് ആലോചിക്കും. അതുവഴി മൂന്നാറിനെ പോലെ തേക്കടിയെ പോലെ ഇടുക്കിയും നമുക്ക് വിനോദസഞ്ചാര രംഗത്ത് ഇടുക്കി ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ഈ 2 പ്രദേശങ്ങൾ മാത്രമല്ല, മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാക്കി ഇടുക്കിയെ മാറ്റുവാനുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗം. വെള്ളിയമ്പറ്റം ഗ്രാമപഞ്ചായത്ത് NRHM പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മേത്തൊട്ടിയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ TK പ്രഭാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പഞ്ചായത്ത് മെമ്പർ മോഹൻദാസ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഊരുമൂപ്പൻ TA നാരായണൻ, JHI PA മനോജ് എന്നിവർ പ്രസംഗിച്ചു.
മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാം പി ജോ, ഡോക്ടർ ജേക്കബ്, ഡോക്ടർ മെറീന ജോർജ്, ഡോക്ടർ ഷീബ, ഡോക്ടർ റോസ്മി, TM മോളി തുടങ്ങിയവർ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി. അപ്രത്യക്ഷമായി എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന വിശ്വസിച്ച് കരുതിയിരുന്ന പല രോഗങ്ങളും നമുക്കിടയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ക്യാമ്പുകൾക്ക് പ്രസക്തി കയറുന്നത്. കുഷ്ഠരോഗമാണെങ്കിലും അതുപോലെ തുടങ്ങി മാരകമായി മലമ്പനി തുടങ്ങി നമ്മുടെ നാട്ടിൽ നിന്നും പൂർണ്ണമായി ഉന്മൂലന നാശം സംഭവിച്ച രോഗങ്ങൾ നമുക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതിന് അത് വിദേശത്തുനിന്ന് ആരും ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് പൊടി തളിച്ചിട്ടൊന്നുമല്ല നമുക്ക് ഈ രോഗങ്ങൾ വീണ്ടും മടങ്ങി വന്നിരിക്കുന്നത്. നമ്മുടെ ദിനചര്യയിലും ഭക്ഷണക്രമത്തിലും ഒപ്പം തന്നെ നമ്മുടെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഒക്കെയും പലതും പല പല കാരണങ്ങൾ കൊണ്ട് ഈ രോഗം മടങ്ങി വന്നപ്പോൾ അതിന് ഏറ്റവും കരുതലോടുകൂടി അത് നമ്മുടെ ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘം, കാഞ്ഞാർ ട്രൈബൽ ജനമൈത്രി പോലീസ് യൂണിറ്റ്, ജില്ലാ അന്ധത നിവാരണ സമിതി, ബോബൻ ചാരിറ്റബിൾ സർവീസസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 13 ശനിയാഴ്ച രാവിലെ 9 മുതൽ 12 വരെ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തുമെന്ന് കാഞ്ഞാർ പോലീസ് സബ് ഇൻസ്പെക്ടർ മധുസൂദന പണിക്കർ BBC ന്യൂസിനോട് പറഞ്ഞു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ നേത്രചികിത്സാ വിഭാഗം രോഗികളെ പരിശോധിക്കും. ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെയും കാഞ്ഞാർ ട്രൈബൽ ജനമൈത്രി പോലീസ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 2012 ഒക്ടോബർ 13 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 12 മണി വരെ പൂമാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തുന്നുണ്ട്. ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇടുക്കി ജില്ലാ പോലീസ് ചീഫ് ശ്രീ ജോർജ് വർഗീസ് IPS അവர்களാണ്. പേര് രജിസ്റ്റർ ചെയ്ത എല്ലാവരും 8 മണിക്ക് തന്നെ ക്യാമ്പിൽ എത്തുവാൻ താല്പര്യപ്പെടുന്നു. ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെയും കാഞ്ഞാർ കോലാലി ചുങ്കം പള്ളിക്ക് സമീപമുള്ള വലിയ വളവിൽ 3 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. പുറപ്പുഴ വഴിത്തല റൂട്ടിലോടുന്ന സ്വകാര്യ ബസും ലോറിയും കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ലോറി പൂർണ്ണമായും നശിച്ചു. പരിക്കേറ്റവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൊടുപുഴയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി വാഹനം മാറ്റി. ഇടിച്ച് മാട്ടം കയറി സുബ്രത് ഫുട്ബോൾ റണ്ണറപ്പായ കേരള ടീം അംഗം നിബിൻ ജോസഫ്, ജൂനിയർ ഇന്ത്യൻ താരം P. ഹരികൃഷ്ണൻ, കഴിഞ്ഞ ദേശീയ സ്കൂൾ മീറ്റിൽ സ്വർണം നേടിയ CB സെബാസ്റ്റ്യൻ എന്നിവർക്ക് മൂലമറ്റത്ത് സ്വീകരണം നൽകി. സ്പോർട്സ് കൗൺസിൽ, മർച്ചന്റ്സ് അസോസിയേഷൻ, വികാസ് ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ് ഉദ്ഘാടനം ചെയ്തു. ക്യാഷ് അവാർഡും നൽകി. കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ്, ഉഷ ഗോപിനാഥ്, KL ജോസഫ്, ശശി കടപ്ലായ്ക്കൽ, ശ്രീകല ഗോപി, ടോം ജോസ് കുന്നേൽ, ഗീത തുളസീധരൻ, ഫാദർ തോമസ് ജോൺ, KG ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ പ്രസംഗിച്ചു. MS പവനൻ സ്വാഗതവും VA ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു.